വെൽക്കം ടു നൗറാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ റെസിപ്പിയാണ്. ഇതിന് അഫ്ഗാനി ചിക്കൻ എന്ന് പറയും. അത് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. കുറച്ചധികം ഇൻഗ്രീഡിയൻസ് ഇതിന് വേണ്ടി വരും. കാരണം നമ്മൾക്ക് എപ്പോഴും നമ്മളെ കയ്യിൽ അവൈലബിൾ അല്ലാത്ത കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനായിട്ട് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളൊരു 2 ടേബിൾ സ്പൂണോളം തൈര് ഇതിൽ ചേർക്കുന്നുണ്ട്. ഇത് പിന്നെ ഒരുപാട് അങ്ങോട്ട് സ്പൈസി ആയിട്ടുള്ള ടൈപ്പിലുള്ള ചിക്കൻ അല്ല. ഇനി സ്പൈസി ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിതിൽ ചേർക്കുന്ന മുളകിൻ്റെ ഇതിൻ്റെ അളവ് കൂട്ടിയിട്ടും ഉപയോഗിക്കാം. ഇപ്പം ഞാൻ 2 ടേബിൾ സ്പൂണോളം തൈര് ഇതിൽ ചേർത്തു. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്രീമാണ്, ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം നമുക്ക് മാർക്കറ്റുകളിൽ വാങ്ങാൻ കിട്ടും. ആ ഫ്രഷ് ക്രീം ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെടുക്കുന്ന ചിക്കനനുസരിച്ച് ഇതിൻ്റെ ഒക്കെ അളവ് കൂട്ടി കൊടുക്കണം. 1 കിലോയിലേക്കുള്ള അളവാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. ചിലപ്പോൾ നമ്മൾ 2 കിലോനൊക്കെ എടുക്കാന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇതിൻ്റെ അളവൊക്കെ കൂട്ടേണ്ടി വരും, ഡബിളാക്കി ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ ക്രീം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് സവാള അരച്ചതാണ്, പേസ്റ്റാക്കിയതാണ്. മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്ത സവാള ഞാനത് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്തു. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ തന്നെ പേസ്റ്റാക്കി വെച്ചത് അതൊരു 1/2 ടീസ്പൂണോളം രണ്ടും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ പച്ചമുളക്, ഞാൻ വണ്ണമില്ലാത്ത ടൈപ്പ് പച്ചമുളകാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ അതിനെ ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ട് അതും ചേർത്തിട്ടുണ്ട് ഇതിലേക്ക്. അപ്പോൾ നമ്മൾ കൂടുതൽ എരിവിൻ്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പച്ചമുളക് കൂട്ടുക. പിന്നെ ഒരു ചെറിയ 2 ക്യൂബ് ബട്ടറിൻ്റെ പീസ് ചേർത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരം മുമ്പ് തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കണം ബട്ടറിൻ്റെ പീസ്. എന്നാലും ഇതിലേക്ക് പെട്ടെന്ന് കണ്ട് അലിഞ്ഞ് അതിൽ യോജിച്ച് വരുള്ളൂ. ഇത്രയും സാധനങ്ങൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ചിക്കനുമായിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പൊടി ഐറ്റംസൊക്കെ നോക്കിയാം. അത് ചേർത്ത് കൊടുക്കുക. അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് കസൂരി മേത്തി എടുത്തിട്ടുണ്ട്. അതാദ്യം ചേർത്ത് കൊടുക്കുക. അഥവാ ഉലുവയുടെ ഇല, ഉണങ്ങിയ ഉലുവയുടെ ഇല പൊടിച്ചത്. ഇനി അതിലേക്കൊരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂട്ടിയും കുറച്ചൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ചേർത്തിരിക്കുന്നത് ചാറ്റ് മസാലയാണ്. അതും ഈ പറഞ്ഞ പോലെ മാർക്കറ്റിലുള്ള വാങ്ങാൻ കിട്ടും, ചാറ്റ് മസാല പറഞ്ഞിട്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും അവസാനം ഒരു 1/4 ടീസ്പൂൺ ഏലക്ക മാത്രം പൊടിച്ചെടുത്തത് അതുകൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ആക്കണം. അതിൻ്റെ മുന്നായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ചേർക്കുന്നുണ്ട്, ഒരു 1/2 മുറി ചെറുനാരങ്ങ. പിന്നെ അതുപോലെ തന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് എത്രയാണ് ആവശ്യം അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 5-6 കശുവണ്ടി പൊടിച്ചെടുത്തതാണിത്. മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ച് പൗഡർ പോലെ ആക്കി എടുത്തതാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഇതിനൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ തൈരിൻ്റെ അളവൊക്കെ നമുക്ക് കുറവായിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം. ഉപ്പ്, പുളി, എരിവ് ഒക്കെ നമ്മൾ പാകം നോക്കുക ഈ ടൈമിൽ. എല്ലാം ഈ സമയത്ത് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അതിനെ നമുക്ക് കുറച്ച് നേരം മാറ്റി വെക്കാം. ഒരു മണിക്കൂർ 2 മണിക്കൂറോളമൊക്കെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് മസാല പിടിക്കുകയും ചെയ്യും. ഇനി അതിലേക്കുള്ളൊരു ചട്നിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്, ചട്നി രൂപത്തിൽ. ഇതിനായിട്ട് ഞാൻ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. 1 കപ്പോളം മല്ലിയില എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി അരച്ച് വെച്ചതിൻ്റെ ബാക്കി പേസ്റ്റ് ഉണ്ട്. അതിൽ നിന്ന് ഒരു കുറച്ച് ഭാഗം, 1/4 ടീസ്പൂണും വേണ്ട, ഒരു കുറച്ച് ഭാഗമായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. അപ്പോൾ നമ്മളിതിൽ സാധാ ഉപ്പല്ല ചേർക്കുന്നത്, ബ്ലാക്ക് സോൾട്ടാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ് ബ്ലാക്ക് സോൾട്ട്. അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇത് നല്ലൊരു കുറച്ചൊരു ടൈറ്റായ രൂപത്തിലാണ് വേണ്ടത്, നല്ലോണം ടൈറ്റല്ല, അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഇതിന് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ചേർത്തിട്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം.
അരച്ചിട്ട് എല്ലാം ചതയുന്ന രൂപത്തിൽ പേസ്റ്റാക്കി കിട്ടണം. ഇപ്പം ഞാനത് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അടിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു മിക്സ് ലൂസായി കാണും. അപ്പോൾ ലൂസാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, അതിലേക്ക് കുറച്ചുകൂടെ തൈര് ചേർത്തിട്ട് അതിനൊന്ന് ടൈറ്റാക്കി എടുത്താൽ മതി. ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെ ഈ ഒരു രൂപത്തിലാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ചിക്കൻ അവിടെ നല്ലോണം ഞാനിപ്പോൾ 1 മണിക്കൂറിന് ശേഷം അതെടുത്തിട്ടുണ്ട്. നല്ലോണം അതിലേക്ക് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് അതിൻ്റെ. ഞാനിവിടെ ഗ്രിൽ പാനാണ് വെച്ചിട്ടുള്ളത്. ഗ്രിൽ പാൻ തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മൾ സാധാ ഫ്രൈ പാനിലിട്ടിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഞാനിത് ഗ്രിൽ പാനിലിട്ടിട്ട് അതിനെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു മസാല വെച്ചിട്ട് തന്നെ നമുക്ക് സാധാരണ നമ്മൾ ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ഗ്രിൽ ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ ഈ ഒരു മസാലയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഗ്രിൽ ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശമൊക്കെ ഒരു കുക്കായി വരുന്നുണ്ട്. ഓവറായിട്ട് കണ്ട് കരിഞ്ഞു മുരിഞ്ഞു പോകുമൊന്നും വേണ്ട, കാരണം ഇതിനെ നമ്മൾ വേറെ ഒന്നും കൂടെ ഇതിനെ കുക്കാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ട്രിപ്പ് ഇവിടെ റെഡിയായി, ഞാനത് മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ ആ മസാല പുരട്ടിയ ആ ഒരു പാത്രമാണ്, അതിൽ ബാക്കി ഇരുന്നിരുന്ന മസാല. കാരണം ഇതിൽ നിന്ന് നമ്മൾ ചിക്കൻ്റെ പീസ് മാത്രമാണ് നമ്മൾ പൊരിച്ചെടുക്കാൻ ഉപയോഗിച്ചത്. ഇനി ആ മസാലയിലേക്ക് നമ്മൾ ആ ബട്ടർ മെൽറ്റ് ചെയ്തത് ഇതിൽ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ മറ്റേ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസൊക്കെ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഇതിലിട്ടിട്ട് നമ്മൾ അതിനെ വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വേവുന്നത് നമ്മളൊരു ഹാഫ് വേവായി വന്നാലും ഇതിൽ കിടന്നിട്ട് അതിൻ്റെ ബാക്കി വെന്ത് കിട്ടിക്കോളും. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന്. അപ്പോൾ ഇത് നല്ലോണം ഇവിടെ മിക്സാക്കി എടുത്തിട്ട് നമുക്കിത് കുറച്ച് നേരം അടച്ചു വെക്കണം. അടച്ചു വെച്ചിട്ട് വേണം നമുക്കിതിനെ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനത് കുറച്ച് സമയം കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട്. ചിക്കനൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം മസാലയിലുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ആ ചിക്കൻമൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ടാവും. ഈ ഒരു രൂപത്തിലാണ് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇതിലേക്ക് ഞാൻ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചതിൽ ബാക്കിയുള്ള കുറച്ച് മല്ലിയില ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചിക്കൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റായിട്ടുള്ള റെസിപ്പിയാണിത്. ചപ്പാത്തിയുടെ കൂടെ കുബൂസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒന്നാണ്. ഇനിയിപ്പോൾ നമ്മൾ ചപ്പാത്തിയും കുബൂസും ഒന്നും ഉപയോഗിക്കണില്ലെങ്കിലും തന്നെ ഈ ചിക്കൻ്റെ പീസ് ജസ്റ്റ് ആ ചട്നിയിൽ മുക്കി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റായിരിക്കും, അതിൻ്റെ കൂടെയുള്ള തൈരിൻ്റെ മിക്സിൽ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻ്റ് അയക്കുക. നമ്മുടെ പോരായ്മകൾ എന്തൊക്കെയുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.